വിശദമായ റിപ്പോർട്ടിലേക്ക്. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. മുനിസിഫ് കോടതി പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അതേസമയം മനഃപൂർവ്വം ഉണ്ടാക്കിയ സ്ഫോടനമാണെന്ന് പോലീസ് പറഞ്ഞു. ടൈമർ ഘടിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. രാജ്കുമാർ, ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, എന്തായിരുന്നു സംഭവിച്ചത്? 10:51 ഇന്ന് രാവിലെ കളക്ടറേറ്റ് വളപ്പിലെ നടുത്തളത്തിനുള്ളിൽ ഈ സ്ഫോടനം നടന്നത്. ഈ ഉപയോഗശൂന്യമായി കിടന്ന തൊഴിൽ വകുപ്പിന്റെ ജീപ്പിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കോടതി വരാന്തയിൽ നിന്ന് കൊല്ലം DCC അംഗം നീരൊഴിക്കൽ സാബുവിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന് മൂക്കിന് പരിക്കേറ്റാൻ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഇത് ദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു സ്ഫോടനമാണെന്നുള്ള പ്രാഥമിക ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ സമയത്തൊക്കെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും കോടതി പരിസരത്തുണ്ടായിരുന്നു. കോടതി ഇന്ന് വിവിധ കോടതികളിൽ നിരവധി കേസുകൾ ഉള്ളതിനാൽ തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചതല്ല എന്ന നിഗമനത്തിൽ തന്നെ ആദ്യമേ പോലീസ് എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദൂര നിയന്ത്രിത സംവിധാനം ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈമർ പോലുള്ള എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 17 ബാറ്ററികളും 14 ഫ്യൂസുകളും ഈ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബോംബിന്റെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ ബാലിസ്റ്റിക് വിഭാഗം വിദഗ്ധർ ഇവിടെ എത്തിച്ചേർന്ന് കൂടുതൽ പരിശോധന നടത്തും. ഇപ്പോൾ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇത് പരിശോധിച്ചു വരികയാണ്. രാജ്കുമാർ, കൊല്ലത്ത് നിന്ന്. സംസ്ഥാനത്തെ ധനസ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭ തീരുമാനം. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് മെഡിക്കൽ കൌൺസിലിനെ അറിയിക്കും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവേശനം നടത്താനുള്ള മുൻ സർക്കാരിന്റെ നീക്കം വിമർശിക്കപ്പെട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തീർത്തും പരിതാപകരമായ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രം ഇറക്കുന്നത്. സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭ ധനവകുപ്പിന് അനുമതി നൽകി. ബജറ്റിനൊപ്പമായിരിക്കും ധവളപത്രമെന്നാണ് സൂചന. കഴിഞ്ഞ സർക്കാർ അവസാന കാലത്ത് പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിനെ അറിയിക്കും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തിരക്ക് പിടിച്ച് തീരുമാനമെടുത്താൽ മെറിറ്റിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും കൂട്ടിച്ചേർത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള ധൃതി പിടിച്ച നീക്കം നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി രഞ്ജിത്ത് തമ്പാനെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. ശാശ്വത പരിഹാരത്തിന് ഓർഡിനൻസ് ഇറക്കുന്ന കാര്യം ഉൾപ്പെടെ അടിയന്തരമായി പരിഗണിക്കും. സംസ്ഥാനത്ത് 15 സ്കൂളുകൾ കൂടി ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും C. രവീന്ദ്രനാഥ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. സർക്കാർ റിക്വസിഷൻ നടപടിയായിട്ട് മുന്നോട്ട് പോകും. നിയമപരമായിട്ട് അത് ഏറ്റെടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. നിയമസഭയിൽ അതിനനുസരിച്ചുള്ള നടപടികളെടുക്കും. വളരെ ശക്തമായി ആ സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. ഒരു സങ്കീർണമാണ് പ്രശ്നം. ഇതേപോലെ പല എതിർപ്പുകളുണ്ട് എന്നുള്ളതുകൊണ്ട് നിയമ നടപടി കൃത്യമായിട്ടുള്ള ചർച്ച നിയമ സെക്രട്ടറിയും നിയമവിദഗ്ധരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആപ്റ്റായിട്ടുള്ള നിയമം അനുസരിച്ച് ഇത് ചെയ്യും. ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദി എർലിയസ്റ്റ് ഏറ്റവും വേഗം ചെയ്യാന്നുള്ളതാണ്. നിയമസഭയിൽ പറ്റുമെങ്കിൽ നിയമസഭയിൽ തന്നെ. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കാൻ സർക്കാർ തീരുമാനം. വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളുടെ കണക്കെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം കണക്കെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. പ്രതിരോധ വാക്സിനുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കും സർക്കാർ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ നിർബന്ധമാക്കുന്നത്. വാക്സിനേഷൻ എടുത്തവർ, എടുക്കാത്തവർ, പൂർത്തിയാക്കാത്തവർ, അതോടൊപ്പം തന്നെ വാക്സിനേഷനെക്കുറിച്ച് അറിവില്ലാത്തവർ എന്നിങ്ങനെ തരംതിരിച്ച് കണക്കെടുക്കാനാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് കണക്കെടുപ്പ് നടത്തുക. അത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായിട്ടുള്ള ഒരു കണക്കെടുക്കാനും അതുമായിട്ട് ഇടപെടാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാം നടക്കുന്നത് ഇതുവരെ നടന്നിരുന്ന കൺവെൻഷനലായിട്ട് നടന്നിരുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാറ്റി വീണ്ടും ചിലപ്പോൾ അത് കണക്കെടുക്കാൻ ശ്രമിക്കും. അതാത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കാണ് ഇതിന്റെ ചുമതല. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരിന് സമർപ്പിക്കണം. 1 മാസത്തിനകം കണക്കെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കിയ രോഗങ്ങൾ വാക്സിനേഷന്റെ അഭാവം മൂലം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാക്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക്, നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഓഹരി 49% കുറയ്ക്കാനും 26 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമാണ് നീതി ആയോഗ് ശുപാർശ ചെയ്തത്. ഓഹരി വിറ്റഴിക്കലിലൂടെ ഈ സാമ്പത്തിക വർഷം 56,500 കോടി രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. FACT, എയർ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ നഷ്ടത്തിലുള്ള 32 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങിയത്.
നഷ്ടത്തിലുള്ള 74 സ്ഥാപനങ്ങളിൽ 26 അടച്ചുപൂട്ടാനും നീക്കമുണ്ട്. ഇത് സംബന്ധിച്ച ശുപാർശ നീതി ആയോഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 14 ഹോട്ടലുകളും സ്വകാര്യവൽക്കരിക്കും. ഓഹരി വിറ്റഴിക്കൽ വഴി 56,500 കോടി രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. ഫാക്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ 51% ഓഹരികൾ വിറ്റഴിച്ച് സർക്കാർ വിഹിതം 49% ചുരുക്കാനാണ് ശുപാർശ. രാസവള നിർമ്മാണ രംഗത്ത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഫാക്ട് നഷ്ടത്തിലായതോടെയാണ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. രാസവള നിർമ്മാണ രംഗത്ത് രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും ഫാക്ട് പുനരുദ്ധാരണ പാക്കേജ് പരിഗണിക്കുമെന്നുമുള്ള കേന്ദ്ര രാസവള മന്ത്രി അനന്ത്കുമാർ നേരത്തെ നടത്തിയ പ്രഖ്യാപനം ഫാക്ടിന് പ്രതീക്ഷ പകർന്നിരുന്നു. എന്നാൽ പുനരുജ്ജീവനത്തിനായി കേന്ദ്ര പാക്കേജ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഫാക്ടിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നീതി ആയോഗിന്റെ ശുപാർശ. ഓഹരി വിറ്റഴിക്കലിനു മാത്രമായി അരുൺ ഷൂറിയുടെ ചുമതലയിൽ പ്രത്യേക മന്ത്രാലയമുണ്ടാക്കിയത് AB വാജ്പേയി നേതൃത്വം നൽകിയ NDA സർക്കാരാണ്. ഇപ്പോൾ അധികാരത്തിലുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാരും സ്വകാര്യവൽക്കരണ നയം കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കുകയാണ്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. നാദാപുരം തൂണേരിയിൽ CPM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി. എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേർ പ്രതികളായിരുന്നു. സമഗ്രമായ റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം. നാദാപുരം തൂണേരിയിൽ CPM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി. എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേർ പ്രതികളായിരുന്നു. എന്നാൽ ഇരയ്ക്കൊപ്പമല്ല കോടതി നിൽക്കുന്നത്. കോടതി വിധി അത്തരത്തിലായിരുന്നില്ല എന്നാണ് ഷിബിന്റെ അച്ഛൻ പ്രതികരിച്ചത്. കൂടെ ആക്രമിക്കപ്പെട്ടവരെ അടക്കം കോടതിയിൽ ഹാജരാക്കുകയും നേരത്തെ ചെയ്തിരുന്നു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും കോടതിയിൽ നിന്നും തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നും ഷിബിന്റെ പിതാവ് ഭാസ്കരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി വേട്ടക്കാരോടൊപ്പമാണ് നിന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നീതി എവിടെ ലഭിച്ചിരിക്കുന്നു? നീതിയല്ല, ഇരകളോടൊപ്പം അല്ല വരുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. സംഭവം കണ്ടവർ സാക്ഷികളല്ലേ? സാക്ഷികൾ എന്ന് പറയുന്നത് ഷിബിന്റെ കൂടെ പരിക്കേറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവരുടെ മൊഴിയല്ലേ സ്വീകരിക്കപ്പെടേണ്ടത്? ഇല്ല, അന്വേഷണ സംഘത്തിലും നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സാക്ഷി വിസ്താരത്തിൽ വളരെ നന്നായിട്ട് സാക്ഷികൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിഷ്പക്ഷരായ സാക്ഷികളെ വിസ്തരിക്കാനായില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റവരെ ദൃക്സാക്ഷികളായി കോടതിയിൽ വന്നിരുന്നു. പരിക്കേറ്റവരും ദൃക്സാക്ഷികളായി കോടതിയിൽ വന്നിരുന്നു. പക്ഷേ പരിക്കേറ്റ ഈ സാക്ഷികൾ ഉൾപ്പെടെ ഉള്ളവർ പ്രോസിക്യൂഷന്റെ സാക്ഷികളാണ്. ഇത് DYFIയുടെയും CPMന്റെയും സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് സാക്ഷികളായി വന്നിട്ടുള്ളത് എന്നാണ് പ്രതിഭാഗം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള വാദഗതി. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയ RSS സംഘത്തെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലവിളി നടത്തിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു അടക്കം 3 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയ RSS പ്രവർത്തകനെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന RSS പ്രവർത്തകനായ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. വിഷ്ണു 2 വർഷമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സംഘത്തിലുണ്ടായിരുന്നവർ ചെറുപ്പുളശ്ശേരി നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 3 പേർക്കെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. വധഭീഷണി മുഴക്കിയ വിഷ്ണുവിനോടൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അക്രമികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. സംഭവം നടന്ന ഉടൻ വിഷ്ണുവും കൂട്ടാളികളും ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടതായാണ് സൂചന. ചെർപ്പുളശ്ശേരി സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SI R രബീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ RSS ആക്രമണത്തിനെതിരെ മാധ്യമപ്രവർത്തകർ തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധത്തിന് മാധ്യമപ്രവർത്തകർക്ക് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് KUWJ ജനറൽ സെക്രട്ടറി C നാരായണൻ പറഞ്ഞു. RSS അതിക്രമത്തിനെതിരെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം അലയടിക്കുന്നതായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച്. ജനാധിപത്യത്തിനെതിരെ നടന്ന കടന്നാക്രമണത്തിൽ
മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. അക്രമം തുടരുകയാണെങ്കിൽ സ്വയം പ്രതിരോധത്തിന് മാധ്യമപ്രവർത്തകർക്ക് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KUWJ ജനറൽ സെക്രട്ടറി C. നാരായണൻ മുന്നറിയിപ്പ് നൽകി. ഇതൊരു പതിവ് സ്വഭാവമാണെങ്കിൽ നമുക്കും യഥാർത്ഥത്തിൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരാവുകയും ഇത്തരം അനാസ്ഥക്കെതിരെ ആശയപരമായി നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ എല്ലാ തലത്തിലും ഉയർത്തുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് A. അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. C. റഹീം, BS പ്രസിഡന്റ് S. ബിജു, ശ്യാം എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസിന് പിന്നിൽ അന്യസംസ്ഥാനക്കാരാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ പത്തനംതിട്ടയിൽ പിടിയിലായ പെരുമ്പാവൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നിൽ സ്ത്രീക്ക് പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജിഷയെ പരിചയമുള്ള ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ജിഷയുടെ വീട്ടിൽ വന്നുപോയിരുന്നുവെന്ന സമീപവാസികൾ നൽകിയ സൂചനയാണ് കൊലപാതകത്തിൽ ഒരു സ്ത്രീക്ക് പങ്കുണ്ടോ എന്ന പോലീസിന്റെ സംശയത്തിന് കാരണം. ജിഷ കൊല്ലപ്പെട്ട ഏപ്രിൽ 28-ന് പരിചിതരോ അല്ലാത്തവരോ ആയ സ്ത്രീകളെ വട്ടോളിപ്പടിയിലെ ജിഷയുടെ വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജിഷയുടെ ഉച്ചത്തിലുള്ള സംസാരവും തർക്കവും അമ്മയോടാണ് എന്നായിരുന്നു പരിസരവാസികൾ തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ അമ്മ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നുവെന്നത് ജിഷ കൊല്ലപ്പെട്ട് ഏറെ വൈകിയാണ് നാട്ടുകാർ മനസ്സിലാക്കിയത്. പിന്നീട് മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ച യുവാവിനെ വീടിനരികിലെ കനാലിലേക്ക് ഇറങ്ങുന്നത് കണ്ടുവെന്നും അതിന് മുൻപുണ്ടായ തർക്കത്തിൽ പുരുഷ ശബ്ദം കേട്ടില്ലായിരുന്നുവെന്നും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ജിഷയുടെ തോളിന് പിന്നിൽ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്ത് കണ്ടെത്തിയ ഉമിനീരും വാതിൽക്കൊളുത്തിൽ നിന്ന് ലഭിച്ച രക്തവും നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശങ്ങളും പുരുഷന്റേതാണ് എന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ കൊല നടത്തിയത് പുരുഷനാണ് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. എന്നാൽ അതിലേക്ക് നയിച്ച സംഭവത്തിൽ സ്ത്രീകൾക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു. അന്വേഷണത്തിനായി വിവിധ സംഘങ്ങൾ അസം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. ജിഷയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശിക്കായും അന്വേഷണം നടന്നുവരുന്നു. പല കാര്യങ്ങളും ജിഷയുടെ അമ്മ രാജേശ്വരിക്കും സഹോദരി ദീപയ്ക്കും അറിയാമെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇരുവരും വ്യക്തമായ മറുപടി നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.